So in this class we will discuss detail about counters. കൗണ്ടേഴ്സ് ഞാൻ ഫസ്റ്റ് ക്ലാസ്സുകളിൽ പറഞ്ഞായിരുന്നു. സീക്വൻഷ്യൽ ലോജിക് സർക്യൂട്ട്സിൽ മെയിനായിട്ടുള്ള രണ്ട് ആപ്ലിക്കേഷൻ കൗണ്ടേഴ്സ് ആൻഡ് രജിസ്റ്റേഴ്സ് ആണെന്ന്. ഓക്കെ, കൗണ്ടേഴ്സ് എന്ന് പറയുന്നത് നമ്മുടെ ഇൻകമിങ് ക്ലോക്ക് പൾസിനെ കൗണ്ട് ചെയ്യാനുള്ള ഡിവൈസാണ്. അപ്പം കൗണ്ടേഴ്സ് എന്ന് പറയുന്നത് ഒരു സീക്വൻഷ്യൽ ലോജിക് സർക്യൂട്ട്സ് ആണ്. സീക്വൻഷ്യൽ ലോജിക് സർക്യൂട്ട് മെമ്മറി ഉള്ള സർക്യൂട്ടാണ്, അതായത് ഫ്ലിപ്പ് ഫ്ലോപ്പുകൾ വെച്ചിട്ടുള്ള സർക്യൂട്ടാണ് സീക്വൻഷ്യൽ ലോജിക് സർക്യൂട്ട്, യൂസ്ഡ് ടു കൗണ്ട് നമ്പർ ഓഫ് ഇൻകമിങ് പൾസസ്. നമ്പർ ഓഫ് ഇൻകമിങ് പൾസ്. എന്താ ഈ പൾസസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ക്ലോക്കുകൾ എന്നൊക്കെ പറയും. ക്ലോക്ക് നമ്മുടെ നിങ്ങളുടെ ഏത് ഡിജിറ്റൽ ഡിവൈസ് എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാലും നിങ്ങൾക്ക് ക്ലോക്കുകൾ കാണാൻ പറ്റും. അതായത് ഈ ക്ലോക്കിൻ്റെ സ്പീഡ് അനുസരിച്ചാണ് നിങ്ങളുടെ ഡിവൈസിൻ്റെ സ്പീഡ് പറയുക. നിങ്ങൾക്ക് തന്നെ അറിയാം, നിങ്ങളിപ്പോൾ ഒരു ലാപ്ടോപ്പ് സെലക്ട് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ എന്തൊക്കെ ക്രൈറ്റീരിയകളാണ് സാധാരണ സെലക്ട് ചെയ്യുക. ഒന്ന്, അതിൻ്റെ മെമ്മറി, എത്ര മെമ്മറി ഉണ്ടെന്ന് സെലക്ട് ചെയ്യും. ഒന്ന്, അതിൻ്റെ പിന്നെ ഗ്രാഫിക്സ് ഒക്കെ സപ്പോർട്ട് ചെയ്യുന്നുണ്ടോ, അതുപോലത്തെ കാര്യങ്ങൾ സപ്പോർട്ട് ചെയ്യും. പിന്നെ അതിൻ്റെ എസ്തെറ്റിക് വ്യൂ ഒബ്വിയസ്ലി നിങ്ങൾ നോക്കും. പിന്നെ അതിൻ്റെ സ്പീഡ് ഓഫ് പെർഫോമൻസ്, അതാണ് നിങ്ങൾ മെയിനായിട്ട് നിങ്ങൾ നോക്കുന്നത്. അതിനകത്ത് സ്പീഡ് ഓഫ് പെർഫോമൻസിൽ അതിൻ്റെ മെയിനായിട്ടുള്ളൊരു ഘടകം അതിൻ്റെ ഫ്രീക്വൻസിയാണ്. ഇപ്പോൾ നിങ്ങൾ ക്ലോക്ക് സ്പീഡ് ഓഫ് ദ പ്രോസസ്സർ 2.4 GHz, 2.8 GHz, 3 GHz, 3.2 GHz അങ്ങനെയൊക്കെ പറയാറുണ്ട്. നമ്പർ ഓഫ് ഇൻകമിങ് ക്ലോക്ക് പൾസ്, എത്ര ക്ലോക്കിനെ ഒരു സെക്കൻഡിൽ പ്രോസസ്സ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് അത് പറയുന്നത്. അതിനനുസരിച്ചാണ് അതിൻ്റെ പ്രോസസ്സറിൻ്റെ കേപ്പബിലിറ്റി അല്ലെങ്കിൽ സ്പീഡ് അറിയുന്നത്. അപ്പോൾ അതുപോലത്തെ ഡിജിറ്റൽ സർക്യൂട്ട്സിൻ്റെ ക്ലോക്കുകളുടെ പൾസുകൾ എത്രണ്ണമാണ് വരുന്നതെന്നൊക്കെ കൗണ്ട് ചെയ്യാനുള്ള ഒരു ഡിവൈസാണ് കൗണ്ടർ. അതിൻ്റെ ബേസിക് ഡിവൈസാണ് കൗണ്ടർ എന്ന് പറയുന്നത്. നമുക്കിപ്പം ഒരു കൗണ്ടർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഒരു n ബിറ്റ് കൗണ്ടർ ആണെങ്കിൽ നമുക്ക് n ഫ്ലിപ്പ് ഫ്ലോപ്പ് വേണം. n ബിറ്റ് കൗണ്ടേഴ്സ് റിക്വയർ n ഫ്ലിപ്പ് ഫ്ലോപ്പ്. n ബിറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് 2 ബിറ്റ് കൗണ്ടേഴ്സ് ഉണ്ട്. 2 ബിറ്റ് കൗണ്ടേഴ്സ് എന്ന് വെച്ചാൽ 00, 01, 1011, അതായത് 0 തൊട്ട് 3 വരെ കൗണ്ട് ചെയ്യാവുന്നതാണ് n ബിറ്റ് കൗണ്ടേഴ്സ്. n ബിറ്റ് കൗണ്ടേഴ്സ് ക്യാൻ ബി കൗണ്ട് അപ് ടു 2n-1 ക്ലോക്ക് പൾസസ്. അതായത് 2 ബിറ്റ് കൗണ്ടർ ആണെങ്കിൽ നമുക്ക് 2 നമുക്ക് കൗണ്ട് ചെയ്യാൻ പറ്റില്ല. കാരണം 2 എന്ന് പറഞ്ഞാൽ 4 ആണ്. 4 സ്റ്റേറ്റ്സുകൾ കൗണ്ട് ചെയ്യാൻ പറ്റും. അത് 0യുടെ ഉൾപ്പെടുന്ന കാരണം 0, 1, 2, 3 ആയ കാരണം 0യുടെ ഉൾപ്പെടുന്ന കാരണം നമുക്ക് 2n-1 ക്ലോക്ക് പൾസുകളാണ് കൗണ്ട് ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പം 2 ബിറ്റ് കൗണ്ടർ ആണെങ്കിൽ നമുക്ക് 2-2-3, ദാറ്റ് ഈസ് 2-2, 4, 4-1, 3 കൗണ്ടുകൾ ചെയ്യാം. അപ്പം 3 ബിറ്റ് കൗണ്ടർ ആണെങ്കിൽ നമുക്ക് 2-3, 8, 8-1, 7 സ്റ്റേറ്റ്സുകൾ കൗണ്ട് ചെയ്യാൻ പറ്റും. സോ ഫോർ n ബിറ്റ് counters count 2n-1 clock. ഓക്കെ, അപ്പോൾ ദിസ് ഇസ് ക്ലിയർ. നിങ്ങൾക്ക് എന്താണ് പറഞ്ഞതെന്ന് മനസ്സിലായെന്ന് വിചാരിക്കുകയാണ്. ദെൻ വി ക്യാൻ ഹാവ് കൗണ്ടേഴ്സ്. 2 types of counters ഉണ്ട്. One is asynchronous counter and one is synchronous counter. Asynchronous and synchronous. ഈ വേടി തന്നെയുണ്ട് എന്താണ് ഈ കൗണ്ടറുകൾ തമ്മിലുള്ള ഡിഫറൻസ് എന്ന് പറയുന്നത്. ഓക്കെ, അസിൻക്രോണസ് കൗണ്ടർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ക്ലോക്ക് പൾസ് സിൻക്രണൈസ് ചെയ്തിട്ടില്ല. എന്താണ് സിൻക്രണൈസ് ചെയ്യുക എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാം ഒരുപോലെ ആവുന്നതിനാണ് നമ്മൾ സിൻക്രണൈസ് ചെയ്യുക എന്ന് പറയുന്നത്. അതായത് നമ്മൾ ഇപ്പം ഇതിനകത്ത് ക്ലോക്ക് പൾസ് അസിൻക്രോണസ് കൗണ്ട് ആയിട്ടുള്ള ക്ലോക്ക് പൾസ് ആദ്യത്തെ ഫ്ലിപ്പ് ഫ്ലോപ്പിന് മാത്രമേ കൊടുക്കുകയുള്ളൂ. അതായത് ഇൻപുട്ട് ക്ലോക്ക് എന്ന് പറയുന്ന ആദ്യത്തെ ഫ്ലിപ്പ് ഫ്ലോപ്പിന് മാത്രമേ കൊടുക്കുകയുള്ളൂ. അടുത്ത നെക്സ്റ്റ് സ്റ്റേജ് ഫ്ലിപ്പ് ഫ്ലോപ്പുകൾക്ക് ഒന്നില്ലെങ്കിൽ
ഫസ്റ്റ് സ്റ്റേജിൻ്റെ കോംപ്ലിമെൻറ്റോ അല്ലെങ്കിൽ അതിൻ്റെ ഔട്ട്പുട്ടാണ് ക്ലോക്കായിട്ട് കൊടുക്കുന്നത്. നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് നോക്കുക എന്താണെന്നുള്ളത്. അപ്പോൾ അസിങ്ക്രോണസ് കൗണ്ടേഴ്സിൽ അതിൻ്റെ ഇൻപുട്ട് ക്ലോക്ക് പൾസുകൾ സിങ്ക്രണൈസ് ചെയ്തിട്ടില്ല, അതായത് എല്ലാത്തിനും ഒരുപോലെയല്ല കൊടുക്കുക. അപ്പോൾ സിങ്ക്രണസിന് ക്ലോക്ക് പൾസ് ഈസ് ഗിവൺ ടു ഓൾ ഫ്ലിപ്പ് ഫ്ലോപ്പ് സൈമിൾട്ടേനിയസ് ആയിട്ട് എല്ലാ ഫ്ലിപ്പ് ഫ്ലോപ്പിനും കാണും. അപ്പോൾ അതായത് ഇപ്പോൾ 2 ഫ്ലിപ്പ് ഫ്ലോപ്പാണ്, ഒരു 2 സ്റ്റേജ് കൗണ്ടർ ആണെങ്കിൽ 2 ഫ്ലിപ്പ് ഫ്ലോപ്പിന് ഒരുപോലെ തന്നെ ഇൻകമിങ് ക്ലോക്ക് പൾസ് പാരലായിട്ട് കൊടുക്കും. അതിനെയാണ് സിങ്ക്രണസ് കൗണ്ടർ എന്ന് പറയുന്നത്. അസിങ്ക്രണസ് കൗണ്ടറിൽ അങ്ങനെയല്ല, ഒരു ഫസ്റ്റ് സ്റ്റേജിൻ്റെ ഔട്ട്പുട്ടോ അല്ലെങ്കിൽ ഔട്ട്പുട്ടിൻ്റെ കോംപ്ലിമെൻ്റോ ആണ് ക്ലോക്കായിട്ട് നെക്സ്റ്റ് സ്റ്റേജിൻ്റെ ക്ലോക്കായിട്ട് കൊടുക്കുക. ഓക്കെ, സോ ഹിയർ ദ ക്ലോക്ക് പൾസ് in synchronous clock pulse is given to all flip flop simultaneously. But in the case of asynchronous counter, clock pulse is initial clock pulse given to only first flip flop. Okay, hope this is clear. What is synchronous, what is asynchronous counter. Then ഈ സിങ്ക്രണസിലാണെങ്കിൽ അസിങ്ക്രണസിലാണെങ്കിൽ വേറെ ക്ലാസിഫിക്കേഷനുണ്ട്, 2 ക്ലാസിഫിക്കേഷനുണ്ട്, അപ്പ് കൗണ്ടർ ആൻഡ് ഡൗൺ കൗണ്ടർ. ഓക്കെ, ഞാൻ പറഞ്ഞു നമ്പർ ഓഫ് ഇൻകമിങ് ക്ലോക്ക് പൾസിനെ കൗണ്ട് ചെയ്യുകയാണ് ഒരു കൗണ്ടർ ചെയ്യുന്ന പ്രധാനമായിട്ടുള്ള കാര്യം എന്ന് പറയാം. അപ്പം അപ്പ് കൗണ്ടർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മേളിലേക്ക് കൗണ്ട് ചെയ്യും. അതായത് ഫസ്റ്റ് ക്ലോക്ക് വരുമ്പോൾ ഇനീഷ്യൽ 0 ആയിരിക്കും, 0 സ്റ്റേറ്റിലായിരിക്കും ഇരിക്കുന്നത്. ഫസ്റ്റ് ക്ലോക്ക് വരുമ്പോൾ ഇറ്റ് വിൽ കൗണ്ട് 1, സെക്കൻഡ് ക്ലോക്ക് വരുമ്പോൾ ഇറ്റ് വിൽ കൗണ്ട് 2, തേർഡ് ക്ലോക്ക് വരുമ്പോൾ ഇറ്റ് വിൽ കൗണ്ട് 4. ഇറ്റ് വിൽ ബി ഗോസ് ലൈക്ക് ദാറ്റ്. ഓക്കെ, അതായത് ഇൻകമ്മിങ് ക്ലോക്ക് പൾസിനെ അതിൻ്റെ ആ സീക്വൻഷ്യൽ രീതിയിൽ തന്നെ കൗണ്ട് ചെയ്ത് പോകുന്നതിനാണ് നമ്മൾ അപ്പ് കൗണ്ടർ എന്ന് പറയുന്നത്. ഇനി ഡൗൺ കൗണ്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മേളിൽ നിന്ന് താഴേക്കായിരിക്കും കൗണ്ട് ചെയ്യുക. ദാറ്റ് മീൻസ് ഇപ്പോൾ ഞാനൊരു 3 ബിറ്റ് കൗണ്ടറാണ് ഞാൻ ഡിസൈൻ ചെയ്യുന്നതെന്ന് വിചാരിക്കുക. അപ്പോൾ 3 ബിറ്റ് കൗണ്ടറിൻ്റെ മാക്സിമം കൗണ്ട് എന്ന് പറയുന്നത് 7 ആണ് അല്ലേ. 2⁻³ - 1, 2⁻³ ഈസ് 8, 8 - 1. അതിന് മാക്സിമം കൗണ്ട് ചെയ്യാവുന്ന 7 വരെയുള്ളൂ. കാരണം 3 ബിറ്റ് കൗണ്ടർ ആണെങ്കിൽ അതിൻ്റെ ഔട്ട്പുട്ട് 111 ആയിട്ട് അതിൻ്റെ മാക്സിമം കിട്ടുന്ന ഔട്ട്പുട്ട്. അപ്പോൾ 7 ആയിരിക്കും കൗണ്ട് ചെയ്യുന്നത്. അപ്പോൾ ഫസ്റ്റ് ക്ലോക്ക് വരുമ്പോൾ തന്നെ ഇറ്റ് വിൽ കൗണ്ട് 7. ഇനി സെക്കൻഡ് ക്ലോക്ക് വരുമ്പോൾ ഇറ്റ് വിൽ കൗണ്ട് 6, തേർഡ് ക്ലോക്ക് വരുമ്പോൾ ഇറ്റ് വിൽ കൗണ്ട് 5. ഇറ്റ് വിൽ ഗോസ് ലൈക്ക് ദാറ്റ്. അതായത് ഡൗൺവേർഡ്സിലായിരിക്കും കൗണ്ട് ചെയ്യുക. അതായത് ആദ്യത്തെ ക്ലോക്ക് വരുമ്പോൾ അതിൻ്റെ മാക്സിമം കൗണ്ടിലേക്ക് പോവുകയും ദെൻ നെക്സ്റ്റ് ക്ലോക്കുകൾ വരുമ്പോൾ അതിനെ ഡൗൺ കൗണ്ട് ചെയ്യുകയും ചെയ്യുന്ന കൗണ്ടേഴ്സിനെയാണ് നമ്മൾ ഡൗൺ കൗണ്ടർ എന്ന് പറയുന്നത്. ഇപ്പോൾ ഈ അപ്പ് കൗണ്ടർ ആണെങ്കിൽ ഡൗൺ കൗണ്ടറിലാണെങ്കിൽ സിങ്ക്രണസിലും അസിങ്ക്രണസിലും നമുക്ക് ഡിസൈൻ ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, പിന്നെ ഞാൻ ക്ലോക്കുകൾ പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഒരു കാര്യം ഞാൻ പറയാനായിട്ട് വിട്ടുപോയി. ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ട്രിഗറിങ് ഉണ്ട്. ക്ലോക്ക് പൾസിന് എപ്പോഴാണ് ഈ ഫ്ലിപ്പ് ഫ്ലോപ്പിന് ട്രിഗർ ചെയ്യുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. ഓക്കെ, സോ ക്ലോക്ക് പൾസസ് ട്രിഗറിങ് പോയിൻറ്റ്. ട്രിഗർ ചെയ്യുക എന്ന് വെച്ച് കഴിഞ്ഞാൽ എപ്പോഴാണ് ആക്റ്റീവ് ആവുന്നതെന്ന്. ഇപ്പം ഞാനൊരു ക്ലോക്ക് പൾസ് വരയ്ക്കുകയാണെന്ന് വിചാരിക്കുക. Here I am having a clock pulses, train of pulses ഇങ്ങനെ ഉണ്ടെന്ന് വിചാരിക്കുക. ഓക്കെ, ഇത് 0 സ്റ്റേറ്റ് ആണ്, ഇത് ഹൈ സ്റ്റേറ്റ് ആണ്. ഓക്കെ, അതായത് 0 വോൾട്ടേജ് സ്റ്റേറ്റ് ആണ്, +5 വോൾട്ടേജ് ആണ് എന്ന് വിചാരിക്കുക. ഡിജിറ്റൽ +5 വോൾട്ടേജിൻ്റെ ലെവലാണ്, 0 ലെവലാണ്. സോ 0 ലെവൽ വിൽ ബി ഇൻഡിക്കേറ്റിംഗ് 0 സ്റ്റേറ്റ്, +5 വോൾട്ടേജ് വിൽ ബി ഇൻഡിക്കേറ്റിംഗ് logic 1. Okay, from that we can have എത്ര ഒരു സിംഗിൾ ക്ലോക്ക് എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഏതൊക്കെ പൊസിഷൻ ഉണ്ടാവും. ഒന്നില്ലെങ്കിൽ നമുക്ക് ഒരു അപ്പ് സ്റ്റേജ് ഉണ്ടാവും. അപ്പ് സ്റ്റേജ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന് പറയുന്നത് പോസിറ്റീവ് ട്രിഗറിങ് എന്നാണ്. പോസിറ്റീവ് ട്രിഗറിങ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 0-ൽ നിന്ന് 1-ലേക്ക് പോകുന്നതിനാണ് നമ്മൾ പോസിറ്റീവ് ട്രിഗറിങ് എന്ന് പറയുന്നത്. സോ വി ക്യാൻ ഹാവിങ് പോസിറ്റീവ് ട്രിഗറിങ് ഈസ് ദെയർ. 0 to 1 പോകുന്ന അവസ്ഥയാണ് പോസിറ്റീവ് ട്രിഗറിങ് എന്ന് പറയുന്നത്. ഞാനിപ്പം ഇതിനകത്ത് എ എന്ന് പറഞ്ഞ പോയിൻ്റ്
0 to 1 indicate ചെയ്യും. 0 to 1 it will go. Like that we can having negative triggering. Negative triggering 1 to 0. That is point B. Let 1 to 0. 1 to 0ലേക്ക് പോകുന്ന ട്രിഗറിംഗ് ആണ്. ഈ രണ്ട് ട്രിഗറിങ്ങിനോട് നമ്മൾ സാധാരണ പറയുന്നത് എഡ്ജ് ട്രിഗറിംഗ് എന്നാണ്. കാരണം എഡ്ജിൽ വെച്ചിട്ടാണ് ട്രിഗേർഡ് ആവുന്നത്. സോ ദാറ്റ് ഈസ് നോൺ ആസ് edge triggering. Like that we can having level triggering. ലെവൽ ട്രിഗറിങ്ങിന് പോസിറ്റീവ് ലെവൽ ട്രിഗറിംഗ് ഉണ്ട്, നെഗറ്റീവ് ലെവൽ ട്രിഗറിംഗ് ഉണ്ട്. അതായത് പോസിറ്റീവ് ലെവൽ ട്രിഗറിംഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ 1 ആയിരിക്കുന്ന അവസ്ഥ, എപ്പോഴും ഹൈ ആയിരിക്കുന്ന അവസ്ഥേനെയാണ് പോസിറ്റീവ് ട്രിഗറിംഗ് എന്ന് പറയുന്നത്. എപ്പോഴും ലോ ആയിരിക്കുന്ന അവസ്ഥേനെയാണ് നെഗറ്റീവ് ട്രിഗറിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, കൺസിഡർ ദ പോയിന്റ് സി ഈസ് എക്സാമ്പിൾ ഓഫ് സി എന്ന് പറയുന്നത് എക്സാമ്പിൾ ഓഫ് ലെവൽ ട്രിഗറിംഗ് ആണ്. അതായത് ഒരു ലെവലിൽ ഒരു ഹൈ പൊസിഷനിലോ ലോ പൊസിഷനിലോ നിൽക്കുമ്പോൾ സാധാരണ നമ്മൾ അത് ട്രിഗറിംഗ് ആയിട്ട് എടുക്കാറില്ല, ക്ലോക്കിൻ്റെ ട്രിഗറിംഗ്. കാരണം എന്താണ്, അതൊരു കുറേ ടൈമിൽ അത് കോൺസ്റ്റൻ്റ് ആയിട്ട് നിൽക്കുകയാണ് ചെയ്യുന്നത്. നമുക്ക് ഇൻസ്റ്റൻ്റ് ആയിട്ടാണ് കൗണ്ട് ചെയ്യേണ്ടത്. ഇൻസ്റ്റൻ്റ് ആയിട്ട് കൗണ്ട് ചെയ്യുകയെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വെനെവർ ദർ ഈസ് എ ചേഞ്ച് ഇറ്റ് ഷുഡ് ബി കൗണ്ടഡ്. അതായത് ഒരു 0 to 1 പോകുന്നതാണ് ഒരു ട്രാൻസിഷൻ ആകുമ്പോൾ കൗണ്ട് ചെയ്യുക, അല്ലെങ്കിൽ 1 to 0 അടുത്ത ട്രാൻസിഷൻ ആകുമ്പോൾ ട്രിഗർ ചെയ്യുക. അല്ലാണ്ട് ഒരു ലെവലിൽ നിൽക്കുമ്പോൾ 1 ആയിരിക്കുമ്പോൾ തന്നെ ട്രിഗർ ചെയ്യുക, അല്ലെങ്കിൽ 0 ആയിട്ട് ഇരിക്കുമ്പോൾ ട്രിഗർ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഒത്തിരി നേരം ട്രിഗേർഡ് ആവും. അപ്പോൾ ഈ ഒരു ട്രാൻസിഷൻ പീരീഡ് എന്ന് പറയുന്നത് വളരെ കുറച്ച് ടൈമേ ഉള്ളൂ. ആ ടൈമിലായിരിക്കണം നമുക്ക് ക്ലോക്ക് കൗണ്ട് ചെയ്യേണ്ടത്. അപ്പം സാധാരണ നമ്മൾ ഉപയോഗിക്കുന്നത് പോസിറ്റീവ് ഓർ നെഗറ്റീവ് എഡ്ജ് ട്രിഗേർഡാണ്. അതിനകത്ത് നെഗറ്റീവ് എഡ്ജ് ട്രിഗേർഡാണ് മോർ പ്രിഫറബിളായിട്ട് ഉപയോഗിക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ അതിന് ഒരുപാട് അഡ്വാൻറ്റേജസ് ഉണ്ട്. നമ്മൾ ലേറ്റർ ഓൺ അത് നോക്കും. അതിൻ്റെ നോയിസ് എഫക്റ്റ് വളരെ കുറവായിരിക്കും, അതിൻ്റെ സ്റ്റെബിലിറ്റി വളരെ കൂടുതലായിരിക്കും. അതുപോലത്തെ ഒത്തിരി ഫാക്ടേഴ്സ് ഉണ്ട്. നമ്മൾ സാധാരണ നെഗറ്റീവ് ട്രിഗറിങ് ലെവൽ ട്രിഗറിങ് ആണ് എഡ്ജ് ട്രിഗറിങ് ആണ് ഉപയോഗിക്കുന്നത്. ഓക്കെ, സോ ഹോപ്പ് ദിസ് ഈസ് ക്ലിയർ. വാട്ട് ഈസ് പറഞ്ഞു? ഓക്കെ, ഞാൻ എഴുതിയപ്പോൾ തെറ്റിയതാണ്, സോറി. 1 to 0 എഴുതിയപ്പോൾ തെറ്റിയതാണ്, സോറി. താങ്ക് യു. ഓക്കെ, ദെൻ first of all I am going for asynchronous up counter. Okay, let I have an asynchronous up counter, 3-bit asynchronous up counter. Up counter will be count up to here it is 3-bit. Because it is 3-bit, it can be count up to 7 ക്ലോക്ക് വരെ കൗണ്ട് ചെയ്യാൻ പറ്റും. 2⁻³ - 1 7 ക്ലോക്ക് വരെ കൗണ്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, സോ ജനറലി നമ്മൾ കൗണ്ടേഴ്സ് എല്ലാം ഡിസൈൻ ചെയ്യുന്ന ടി ഫ്ലിപ്പ് ഫ്ലോപ്പ് വെച്ചിട്ടാണ്, അതായത് ടോഗിൾഡ് ഫ്ലിപ്പ് ഫ്ലോപ്പ് വെച്ചിട്ടാണ്. എന്തുകൊണ്ടാണ് ടോഗിൾഡ് ഫ്ലിപ്പ് ഫ്ലോപ്പ് വെച്ചിട്ട് നമ്മൾ കൗണ്ടേഴ്സ് ഡിസൈൻ ചെയ്യുന്നതെന്ന് നിങ്ങൾക്ക് ഈ സർക്യൂട്ട് ഡിസൈൻ ചെയ്യുമ്പോൾ കൂടുതൽ ക്ലിയർ ആയിട്ട് മനസ്സിലാവും. ഓക്കെ, കൺസിഡർ ഐ ആം ഹാവിങ് 3 ഫ്ലിപ്പ് ഫ്ലോപ്പ്. 3-bit കൗണ്ടറാണെങ്കിൽ നമുക്ക് 3 ഫ്ലിപ്പ് ഫ്ലോപ്പ് വേണം. അസിൻക്രോണസ് കൗണ്ടറായ കാരണം നമ്മൾ ഫസ്റ്റ് ഫ്ലിപ്പ് ഫ്ലോപ്പിന് മാത്രമാണ് ക്ലോക്ക് കൊടുക്കുകയുള്ളൂ. ലെറ്റ് ഐ ആം ഹാവിങ് 3 ഫ്ലിപ്പ് ഫ്ലോപ്പ്. 3 ഫ്ലിപ്പ് ഫ്ലോപ്പ് ഉണ്ടെന്ന് വിചാരിക്കുക. ആ 3 ഫ്ലിപ്പ് ഫ്ലോപ്പിൻ്റെ പേര് ലെറ്റ് ABC. അപ്പം ദിസ് ഈസ് ഇൻപുട്ട് TA, TB, TC. ടോഗിൾ ഫ്ലിപ്പ് ഫ്ലോപ്പിന് ഒരു ഇൻപുട്ടേ ഉള്ളൂ. JK ഫ്ലിപ്പ് ഫ്ലോപ്പ് വെച്ചിട്ട് ഇത് റിയലൈസ് ചെയ്യാൻ Jയും Kയോടെ ഷോർട്ട് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇറ്റ് വിൽ ബി സിംപ്ലി ആക്ട് ആസ് എ T ഫ്ലിപ്പ് ഫ്ലോപ്പ്. നമ്മൾ നേരത്തെ കണ്ടാണ് വാട്ട് ഈസ് T ഫ്ലിപ്പ് ഫ്ലോപ്പ് എന്നുള്ളത്. ഓക്കെ, വാട്ട് ഈസ് ദ ടോഗിൾഡ് കണ്ടീഷൻ? ഇൻ ടോഗിൾഡ് കണ്ടീഷൻ ദി അസിൻക്രോണസ് കൗണ്ടർ ആയ കാരണം, അത് ഞാൻ വരുന്നേ ഉള്ളൂ. അസിൻക്രോണസ് കൗണ്ടർ ആയ കാരണം നമ്മൾ ക്ലോക്ക് പൾസ്, കൺസിഡർ ഐ ആം ഗിവൺ ക്ലോക്ക് പൾസ്. Clock pulse is given to the first flip flop only.
ഫസ്റ്റ് ഫ്ലിപ്പ് ഫ്ലോപ്പിട്ട് മാത്രമാണ് ക്ലോക്ക് പൾസ് കൊടുക്കുകയുള്ളൂ. ഇനി ഇതുപോലൊരു സിമ്പിൾ കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതാണ് ക്ലോക്ക് എന്ന് പറയുന്നത്. ക്ലോക്ക് കൊടുക്കുക എന്ന് പറയുന്നത് ഇങ്ങനെയാണ്. അപ്പം ഇങ്ങനെ ഒരു ക്ലോക്കിൽ നിങ്ങളൊരു ബബിൾ ഇട്ടിട്ടാണ് ക്ലോക്ക് കൊടുക്കുന്നതെങ്കിൽ ഇറ്റ് വിൽ ഇൻഡിക്കേറ്റിംഗ് നെഗറ്റീവ് ട്രിഗറിങ്, നെഗറ്റീവ് എഡ്ജ് ട്രിഗറിങ് ആണ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പം ഇങ്ങനെയൊരു ജസ്റ്റ് ഒരു ആരോ മാത്രമേ ഉള്ളൂവെങ്കിൽ അത് പോസിറ്റീവ് എഡ്ജ് ട്രിഗറിങ് ആയിരിക്കും ഉദ്ദേശിക്കുന്നത്. നിങ്ങൾ ഇനി അവിടെ സർക്യൂട്ടുകൾ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾ ഈ 2 പോയിന്റുകൾ നോക്കുക. ജസ്റ്റ് ആരോ മാർക്ക് മാത്രമേ ഉള്ളൂവെങ്കിൽ ദാറ്റ് ഈസ് ഇൻഡിക്കേറ്റിംഗ് പോസിറ്റീവ് എഡ്ജ് ട്രിഗറിങ്. ബബിൾ ഇട്ടിട്ടാണ് ആരോ മാർക്ക്, ഇറ്റ്സ് നെഗറ്റീവ് എഡ്ജ് ട്രിഗർ. ഓക്കെ, സോ ഇത് നിങ്ങൾ ശ്രദ്ധിക്കുക. അപ്പോൾ ഫസ്റ്റ് ഫ്ലിപ്പ് ഫ്ലോപ്പിന് മാത്രമാണ് ക്ലോക്ക് കൊടുത്തേക്കുന്നത്. ഇത് ടോഗിൾഡ് കണ്ടീഷനിലാണ്. ടോഗിൾഡ് കണ്ടീഷൻ എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്, ഇൻപുട്ട് എപ്പോഴും ഹൈ ആയിരിക്കും. ഇൻപുട്ട് എപ്പോഴും ഹൈ ആണെങ്കിൽ മാത്രമാണ് ഔട്ട്പുട്ട് ടോഗിൾഡ് ആവുള്ളൂ. ലെറ്റ് ഐ ആം അപ്ലൈയിങ് all the input is given to +5 voltage, then all the flip flops are in a toggled condition. Okay, so let QA is the output of A flip flop, QB is the output of B flip flop, and QC is the output of third flip flop. Okay, then we can having this QA, and this QA output is given to the clock of the next flip flop. So the output of the first flip flop stage 1 is given to the clock of the stage 2. Like that, the QB output is given to the, okay, so this is QA, this is QB, and this is QC. Okay, so this is the circuit for an asynchronous up counter using T flip flop. Okay, so it should be count 0 to 7. 0 to 7 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, so let my output I am taken as QC, QB, QA. It will be count 0 0 0 0 0 1. So this is my MSB. Last flip flop is my MSB. This is indicating MSB, most significant bit, and this is my LSB, least significant. First flip flop is my LSB. How it is counting 0 to 7, that I will explain using the clock diagram. Clock diagram വെച്ചിട്ട് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുക എങ്ങനെയാണ് ഇത് ചെയ്യുന്നത്. Let I am having the clock. Okay, so a train of clock pulse. Is a train of clock pulse. Here I am using negative edge triggering. So whenever it goes to 1 to 0, this is 1 to 0, this is again 1 to 0, this is again 1 to 0, this is again 1 to 0, it goes like that. Okay, ഈ പോയിന്റിലാണ് ട്രിഗേർഡ് ആവുന്നത്. സോ ട്രിഗറിങ് പോയിന്റ്, ദിസ് ഈസ് ഇൻഡിക്കേറ്റിംഗ് ഫസ്റ്റ് ക്ലോക്ക്. അപ്പോൾ ഫസ്റ്റ് ക്ലോക്കായിട്ട് ഇൻഡിക്കേറ്റ് ചെയ്യുന്ന എപ്പോൾ ഒരു ഹൈ ടു ലോ ട്രാൻസിഷൻ വരുന്നോ അത് ഫസ്റ്റ് ക്ലോക്ക്. This is second clock, this is third clock, this is fourth clock, fifth clock, sixth clock, seventh clock, then eighth clock. It will goes like that. It will count in an up counter. This is an up counter. It will be count up to 0 to 7 in a sequential manner. Okay, so what will be the output of first flip flop QA? Okay, while we analyzing the T flip flop, what will be the condition? അപ്പോൾ ഈ ടി ഫ്ലിപ്പ് ഫ്ലോപ്പിൽ എന്താണ്, ഇപ്പം ഹൈ ആണെങ്കിൽ ഇൻപുട്ട് ഹൈ ആണെങ്കിൽ ടി ഫ്ലിപ്പ് ഫ്ലോപ്പിൽ എന്താണ് വരുന്നത്, എന്താണോ പ്രീവിയസ് ഔട്ട്പുട്ട് അതിൻ്റെ കോംപ്ലിമെൻ്റ് ആയിരിക്കും വരിക. ഓക്കെ, അപ്പോൾ ദിസ് ഇസ് ക്ലിയർ, നിങ്ങൾക്ക് ക്ലിയർ ആയെന്ന് വിചാരിക്കുകയാണ്. ഞാൻ ജസ്റ്റ് ടി ഫ്ലിപ്പ് ഫ്ലോപ്പിൻ്റെ ഇതോടെ വരയ്ക്കാം. ടി Qn-1 QA. 0 കണ്ടീഷനിൽ എന്താണ് 0 1 പ്രീവിയസ് ഔട്ട്പുട്ട് ഏതാണെന്നറിയില്ല. പ്രീവിയസ് ഔട്ട്പുട്ട് 0 ആണെങ്കിൽ 0 തന്നെയായിരിക്കും, 1 ആണെങ്കിൽ 1 ആയിരിക്കും. ഓക്കെ,
സോ ഇൻപുട്ട് 0 കണ്ടീഷനിൽ എന്താണോ പ്രീവിയസ് ഔട്ട്പുട്ട് അത് തന്നെയായിരിക്കും പ്രസൻറ്റ് ഔട്ട്പുട്ട്. ഇൻ 1 കണ്ടീഷനിൽ 0 1, സോ 1 0, ദാറ്റ് മീൻസ് ടോഗിൾഡ് ആയിരിക്കും. അപ്പം ഇൻപുട്ട് 1 ആയിരിക്കുമ്പോൾ എന്താണോ പ്രീവിയസ് ഔട്ട്പുട്ട് അതിൻ്റെ കോംപ്ലിമെൻ്റ് ആയിരിക്കും പ്രസൻറ്റ് ഔട്ട്പുട്ട് എന്ന് പറയുന്നത്. ദാറ്റ് ഈസ് ടോഗിൾഡ് കണ്ടീഷൻ. അപ്പം നമ്മളിപ്പോൾ ഈ ഫ്ലിപ്പ് ഫ്ലോപ്പുകളൊക്കെ ടോഗിൾഡ് കണ്ടീഷനിലാണ് വെച്ചിരിക്കുന്നത്. ടോഗിൾഡ് കണ്ടീഷനിൽ വയ്ക്കുമ്പോൾ എന്താണോ പ്രീവിയസ് കണ്ടീഷൻ. അപ്പോൾ ഇനീഷ്യലി ഓൾ ദ ഫ്ലിപ്പ് ഫ്ലോപ്പ്, എല്ലാ ഫ്ലിപ്പ് ഫ്ലോപ്പും നമ്മൾ അസ്യൂം ചെയ്യുകയാണ് അതെല്ലാം 0 സ്റ്റേറ്റിലായിരിക്കും. അതായത് ഒരു കൗണ്ടും വരാത്തപ്പോൾ എനിക്ക് ഔട്ട്പുട്ട് എന്ന് പറയുന്ന എല്ലാ ഫ്ലിപ്പ് ഫ്ലോപ്പിൻ്റെ 0, അതായത് റീസെറ്റ് കണ്ടീഷനിൽ വെച്ചിരിക്കുകയാണ്. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആണെന്ന് വിചാരിക്കുകയാണ്. സോ ഇനീഷ്യലി എല്ലാ ഫ്ലിപ്പ് ഫ്ലോപ്സും ക്ലിയർ ആയിട്ട് റീസെറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ദെൻ അറ്റ് ദാറ്റ് ടൈം ദ കൗണ്ട് വിൽ ബി സ്റ്റാർട്ടഡ്. ക്ലോക്ക് വിൽ ബി കമ്മിങ് ടു ദി ഫസ്റ്റ് ഫ്ലിപ്പ് ഫ്ലോപ്പ് ഓൺലി ഫസ്റ്റ് ഫ്ലിപ്പ് ഫ്ലോപ്പ്, എ ഫ്ലിപ്പ് ഫ്ലോപ്പിന് വേണ്ടി മാത്രമാണ് ക്ലോക്ക് വരുന്നത്. അപ്പോൾ ഫസ്റ്റ് ക്ലോക്ക് വരികയാണ്. ഇനീഷ്യലി ഇത് 0 കണ്ടീഷനായിരുന്നു. ഫസ്റ്റ് ക്ലോക്ക് വരുമ്പോൾ എന്ത് സംഭവിക്കും? ദിസ് വിൽ ബി ഗോസ് ടു 1, ബിക്കോസ് ഇനീഷ്യലി ഇത് 0 കണ്ടീഷനിലായിരുന്നു. ഫസ്റ്റ് ക്ലോക്ക് വരുമ്പോൾ ഇറ്റ് വിൽ ബി ചേഞ്ച് ഇസ് കണ്ടീഷൻ, ബിക്കോസ് നമ്മൾ ടോഗിൾഡ് കണ്ടീഷനിലാണ് വെച്ചിരിക്കുന്നത്. ഓക്കെ, ക്ലിയർ ആയെന്ന് വിചാരിക്കുകയാണ്. ദെൻ ഇറ്റ് റിമെയിൻസ് അറ്റ് ദിസ് സ്റ്റേജ് അണ്ടിൽ ദ നെക്സ്റ്റ് ക്ലോക്ക് പൾസ് കീ. ഓക്കെ, അപ്പോൾ ഈ ക്യൂബി കണ്ടീഷനിൽ എന്തായിരിക്കും? ക്യൂബിയും ക്യൂസിയും കണ്ടീഷനിൽ അതിൻ്റെ ഔട്ട്പുട്ട് ആ സമയത്തെല്ലാം 0 ആയിരിക്കും. വൈ ഇറ്റ് ഈസ് 0? അതിനെ സംബന്ധിച്ചിടത്തോളം ഈ ബി ഫ്ലിപ്പ് ഫ്ലോപ്പിനെ സംബന്ധിച്ചിടത്തോളം ക്ലോക്കായിട്ട് കൊടുത്തിരിക്കുന്നത് QA ആണ്. അതായത് ഔട്ട്പുട്ട് ഓഫ് ദ ഫസ്റ്റ് ഫ്ലിപ്പ് ഫ്ലോപ്പാണ്. ഔട്ട്പുട്ട് ഓഫ് ദ ഫസ്റ്റ് ഫ്ലിപ്പ് ഫ്ലോപ്പിൽ എപ്പോൾ ഒരു 1 to 0 ട്രാൻസിഷൻ നടക്കുന്നോ അപ്പോൾ മാത്രമേ ഫസ്റ്റ് ഫ്ലിപ്പ് ഫ്ലോപ്പിന് ബി ഫ്ലിപ്പ് ഫ്ലോപ്പിന് ഒരു ക്ലോക്കായിട്ട് അത് കൺസിഡർ ചെയ്യുള്ളൂ. ഞാൻ ഈ ഡയഗ്രാം വരയ്ക്കുമ്പോൾ നിങ്ങൾക്കത് ക്ലിയർ ആവും. സോ ഇൻ ദ കേസ് ഓഫ് ഫസ്റ്റ് ഫ്ലിപ്പ് ഫ്ലോപ്പ് ഇറ്റ് വിൽ ബി goes to 0 to 1 condition when the first clock is came. Okay, then the second clock is came, it will be changed its condition to 0, because previous it will be 1 ആയിരുന്നു. അടുത്ത ക്ലോക്ക് വരുമ്പോൾ it will be goes to 0 and it will be remains in that state until the next clock pulse came. Until the next clock pulse came, its previous output is 0, so the present output will be in a toggled condition, so it will be goes like 1. So its output is like that. So the first flip flop output will be goes like this. Hope this is clear. നിങ്ങൾക്ക് ക്ലിയർ ആയി എന്ന് വിചാരിക്കുകയാണ്. സോ ദിസ് വിൽ ബി ഗിവൺ ടു ദി നെക്സ്റ്റ് ഫ്ലിപ്പ് ഫ്ലോപ്പ്. നെക്സ്റ്റ് ഫ്ലിപ്പ് ഫ്ലോപ്പിലേക്ക് കൊടുക്കുന്ന ബി ഫ്ലിപ്പ് ഫ്ലോപ്പിലേക്ക് കൊടുക്കുന്ന ഇത് ഈ ഔട്ട്പുട്ടാണ് ക്ലോക്കായിട്ട് കൊടുക്കുന്നത്. അപ്പം ഇതും നെഗറ്റീവ് എഡ്ജ് ട്രിഗേർഡാണ്. സോ എപ്പോഴൊരു നെഗറ്റീവ് ട്രിഗറിങ് വരുന്നു അപ്പോൾ മാത്രമാണ് ഔട്ട്പുട്ട് ട്രിഗർ ആവും. സോ ഇനീഷ്യലി QB 0 ആണ്. സോ ഹിയർ the QA is changes condition. This will be given as clock of this B flip flop. So it will changes its condition. It will remains in that state until the next clock pulse came. ഇതിനെ സംബന്ധിച്ചിടത്തോളം B flip flopനെ സംബന്ധിച്ചിടത്തോളം QA output of the first stage ആണ് ക്ലോക്ക് ആയിട്ട് കൊടുക്കുന്നത്. So it will be goes down when it next clock pulse came. It will be goes high low. This is okay, and this is given to the clock of the last flip flop, C flip flop. So it will be like this. It will be goes high and goes low. Okay, okay, hope this is clear. This timing diagram is clear to you. ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടോ ടൈമിംഗ് ഡയഗ്രത്തിനകത്ത്? ടൈമിംഗ് ഡയഗ്രം ക്ലിയർ ആയോ? ക്ലിയർ ആയെന്നോ ഇല്ല എന്നാണോ നിങ്ങൾ പറയുന്നത്? എനിക്ക് മനസ്സിലായില്ല, കാരണം ഇത് ക്ലിയർ ആയിട്ടുണ്ട്. ഓക്കെ, സോ വൈൽ ദ ഫസ്റ്റ് ക്ലോക്ക് ഈസ് came, what will be the count? So this is MSB, this is LSB. So when the first clock is came, the count will be 0 0 1. കാരണം ഇത് MSB ആണ്, ഇത് LSB ആണ്.
So I am taking output as QC, QB and QA. So while I am taking output QC, QB and QA, initially first condition 0 0 0 ആയിരുന്നു. Then first clock വന്നു കഴിയുമ്പോൾ what will be the output? 0 0 1. So it is 0 0 1. When next clock 2 came, what will be the output? You can see that 0, here it is 1, here it is 0. That is 0 1 0. 0 1 0. From that you can be count എന്താണ്, ഇത് 0 ആണ്, ഇത് 1 ആണ്, ഇത് 2 ആണ്. Then next clock came, third clock came, what will be the output? 0 1 1. Then 1 0 0. Then fifth clock 1 0 1. Then sixth clock 1 1 0. Then seventh clock 1 1 1. Then eighth clock again restart from 0. Okay, so from this timing diagram we can clearly see that 0 1 1, and in fourth clock pulse it will be goes to 1 0 0, and fifth clock pulse it will goes to 1 0 1, and the sixth clock pulse it will goes to 1 1 0, and the seventh clock pulse it will be goes from 1 1 1, and in the eighth clock pulse it will be again restart from 0. Okay, hope this is clear, very much clear to you. From this timing diagram we can be exactly see that this in this condition, that is if all the flip-flops are in toggled condition and only clock is given to the first flip-flop, and next flip-flop clock is given to the output of the first stage, it goes like that, then we will get an asynchronous up counter. Okay, and it is also known as a frequency divider. Okay, sometimes question will be asked like that. It is also a frequency divider. Frequency divider circuit ആണ് കൗണ്ടർ സർക്യൂട്ട്. എന്തുകൊണ്ടാണ് ഫ്രീക്വൻസി ഡിവൈഡർ എന്ന് പറയുന്നത്? ഇവിടെ നിങ്ങൾക്കറിയാം, ഫസ്റ്റ് ഒരു ക്ലോക്ക് കൊടുത്തെങ്കിൽ ഒരു ഫ്ലിപ്പ് ഫ്ലോപ്പോ ഉള്ളുവെങ്കിൽ ഇവിടെ നമുക്കറിയാം എത്രയാണ് ഫ്രീക്വൻസി. ഇവിടെ 2 ക്ലോക്ക് വരുമ്പോൾ ഇവിടെ ഒരു ക്ലോക്കേ വന്നിട്ടുള്ളൂ. ഫ്രീക്വൻസി ഡിവൈഡഡ് ബൈ 2 ആണ്. ഓക്കെ, ഇവിടെ 4 ക്ലോക്ക് വരുമ്പോഴാണ് ഇപ്പം ബി സ്റ്റേറ്റിൽ ഒരു ക്ലോക്കേ വന്നിട്ടുള്ളൂ. ഫ്രീക്വൻസി ഡിവൈഡഡ് ബൈ 4. ഇവിടെ 8 ക്ലോക്ക് വരുമ്പോഴാണ് ഒറ്റ സിംഗിൾ സിഗ്നൽ വന്നിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഈ ക്ലോക്കിൻ്റെ ഫ്രീക്വൻസിനെ ഡിവൈഡ് ചെയ്യുന്നതാണ് ഓരോ സ്റ്റേജ് ഫ്ലിപ്പ് ഫ്ലോപ്പുകളും. ഇത് ഫ്രീക്വൻസി ഡിവൈഡഡ് ബൈ 2 ആണ്, ഇത് ഫ്രീക്വൻസി ഡിവൈഡഡ് ബൈ 4 ആണ്, ഫ്രീക്വൻസി ഡിവൈഡഡ് ബൈ ഫ്രീക്വൻസി ഡിവൈഡർ. സോ ദീസ് ഓരോ സ്റ്റേജ് എന്ന് പറയുന്ന ഓരോ ഫ്രീക്വൻസിനെ, അതായത് 2n ടൈംസ് ആണ് നമ്മൾ ഡിവൈഡ് ചെയ്യുന്നത്. അപ്പം n ഫ്ലിപ്പ് ഫ്ലോപ്പ് ഉണ്ടെന്ന് വിചാരിക്കുക. n ഫ്ലിപ്പ് ഫ്ലോപ്പ് ഉണ്ട് നമ്മുടെ സർക്യൂട്ടിൽ, കൗണ്ടർ സർക്യൂട്ടിൽ n ഫ്ലിപ്പ് ഫ്ലോപ്പ് ഉണ്ട്. അതായത് ആ nth ഫ്ലിപ്പ് ഫ്ലോപ്പ്, അതായത് MSBയുടെ ഔട്ട്പുട്ടാണ് എടുക്കുന്നതെങ്കിൽ അതിൻ്റെ ഇൻപുട്ട് ഫ്രീക്വൻസീനെ 2n ടൈംസ് ഡിവൈഡ് ചെയ്തിട്ടുണ്ടാവും. ഓക്കെ, ഹോപ്പ് ദിസ് ഇസ് ക്ലിയർ. ഒരു ഫ്ലിപ്പ് ഫ്ലോപ്പ് ഉള്ളെങ്കിൽ ഫ്രീക്വൻസീനെ 2ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ടാവും. 2 ഫ്ലിപ്പ് ഫ്ലോപ്പ് ഉണ്ടെങ്കിൽ ഫ്രീക്വൻസീനെ 4ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ടായിരിക്കും. 3 ഫ്ലിപ്പ് ഫ്ലോപ്പ് ഉണ്ടെങ്കിൽ 2⁻3, ദാറ്റ് മീൻസ് 8 ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ടാവും. 4 ഫ്ലിപ്പ് ഫ്ലോപ്പ് ഉണ്ടെങ്കിൽ 2⁻4, ഫ്രീക്വൻസിനെ 16 ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ നമുക്കൊരു ഫ്രീക്വൻസി ഡിവൈഡർ വേണം, അതായത് ഇൻപുട്ട് ഫ്രീക്വൻസിനെ ഡിവൈഡ് ചെയ്തിട്ട്. ഇതിൻ്റെ ആപ്ലിക്കേഷൻ എപ്പോഴാണ് വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എനിക്ക് തോന്നുന്നു നിങ്ങൾക്ക് കുറച്ചുകൂടി അഡ്വാൻസ്ഡ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ അറിയാമെന്ന് തോന്നുന്നു. കാരണം ഇപ്പം നമ്മൾ ഡിജിറ്റൽ സർക്യൂട്ടൊക്കെ റിയലൈസ് ചെയ്യുമ്പം ഇപ്പം നമ്മൾ പ്രോസസ്സർ,
വേറെ ഡിവൈസുകൾ, അതായത് പ്രോസസ്സറിൻ്റെ പെരിഫറൽ ആയിട്ടുള്ള ഡിവൈസുകൾ, മെമ്മറിയൊക്കെ നമ്മൾ പ്രോസസ്സറിന് കൊടുത്തിരിക്കും. ഇപ്പം എന്ത് ആപ്ലിക്കേഷൻ ആയിക്കോട്ടെ, ഇപ്പോൾ നമ്മുടെ മൊബൈൽ ആപ്ലിക്കേഷൻ ആയിക്കോട്ടെ, എന്ത് സാധനമാണെങ്കിലും മൊബൈലിലെ ഹാർഡ്വെയർ ആർക്കിടെക്ചർ അങ്ങനെയായിരിക്കും ഡിസൈൻ ചെയ്യുന്നത്. ഒരു മാസ്റ്റർ സർക്യൂട്ട് ഉണ്ടാകും, കുറേ സ്ലേവ് സർക്യൂട്ടുകളുണ്ടാകും. അപ്പോൾ മാസ്റ്റർ സർക്യൂട്ട് എന്ന് പറയുന്നത് നിങ്ങളുടെ പ്രോസസ്സറാണ്. ആ പ്രോസസ്സർ ഹൈ സ്പീഡ് പ്രോസസ്സിങ് കേപ്പബിലിറ്റി ഉള്ള പ്രോസസ്സറുകളായിരിക്കും വയ്ക്കുന്നത്. ഞാൻ ആദ്യമേ പറഞ്ഞു ജിഗാഹെർട്സ് റേഞ്ചിലേക്കായിരിക്കും ഫ്രീക്വൻസി പറയുന്നത്. അതിൻ്റെ ഫ്രീക്വൻസി കൂടുന്തോറും നിങ്ങൾക്ക് പ്രോസസ്സിങ് കേപ്പബിലിറ്റി കൂടും. ബട്ട് ഈ സ്ലേവ് ഡിവൈസുകൾക്ക് അതിനോട് അറ്റാച്ച് ചെയ്യുന്ന മെമ്മറി, കാരണം അതിനെ പ്രോസസ്സ് ചെയ്ത് നമുക്ക് കുറേ, ഇപ്പോൾ ഇമേജ് പ്രോസസ്സ് ചെയ്യും, ഇപ്പോൾ ഒരു ഫോട്ടോ ഷൂട്ട് ചെയ്തു, അത് അപ്പം തന്നെ അതിൻ്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള ലൊക്കേഷനിലേക്ക് സ്റ്റോർ ചെയ്തിട്ടുണ്ടാവും നമ്മളൊരു ഫോട്ടോ ഷൂട്ട് ചെയ്ത് കഴിഞ്ഞിട്ട്. ബട്ട് ഈ മെമ്മറി ചിപ്പുകളൊക്കെ അറ്റാച്ച് അതിനോട് കണക്ട് ചെയ്തിട്ടുണ്ടാവും. ബട്ട് മെമ്മറിയൊക്കെ സ്ലോവർ ഡിവൈസാണ്, അത്രയും ഫാസ്റ്റർ ഡിവൈസ് അല്ല കമ്പയർഡ് ടു ദാറ്റ് പ്രോസസ്സർ. അപ്പോൾ അതൊക്കെ സ്ലോവർ ഡിവൈസുകളാണ്. അതിൻ്റെ ഓപ്പറേറ്റിംഗ് ഫ്രീക്വൻസി അപ്പോൾ അതിനേക്കാളും കുറവായിരിക്കും. അപ്പോൾ നമ്മൾ ചിലപ്പോൾ സിംഗിൾ ക്ലോക്ക് ആയിരിക്കും ജനറേറ്റ് ചെയ്യുന്നത്. ആ ക്ലോക്കിനെ ഇതിൻ്റെ ഓരോ ഡിവൈസിനും ഓരോ ഫ്രീക്വൻസിയിലായിരിക്കും ഓപ്പറേറ്റ് ചെയ്യുന്നത്. ഓക്കെ, ആ ഫ്രീക്വൻസിയിലേക്ക് കൺവേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഈ കൗണ്ടർ സർക്യൂട്ടുകളൊക്കെ വെച്ചിട്ട് ഫ്രീക്വൻസി ഡിവൈഡ് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ ആപ്ലിക്കേഷനും കൂടി മനസ്സിലായി എന്ന് വിചാരിക്കുകയാണ്. നിങ്ങൾ അല്ല, ഫ്രീക്വൻസി ഡിവൈഡഡ് ബൈ 248 എന്നാണ് ഞാൻ പറഞ്ഞത്. അതായത് ഇപ്പോൾ ഇൻപുട്ട് ക്ലോക്ക് ഫ്രീക്വൻസി, ഇപ്പം ഇതാണ് ഇൻപുട്ട് ക്ലോക്കുകൾ പോകുന്നത് അല്ലേ, ഇൻപുട്ട് ക്ലോക്ക് ഇതാണ്. അപ്പോൾ ഇതിൻ്റെ ഫ്രീക്വൻസി എന്ന് പറയുന്നത്, ഇതിൻ്റെ ടൈം പീരീഡ് എന്ന് പറയുന്നത് എന്താണ്, ഒരൊറ്റ ക്ലോക്കിൻ്റെ, ഇപ്പം ഐ ആം ഹാവിങ് ഇങ്ങനെ പറഞ്ഞിരിക്കുകയാണ്. 0101 ഇങ്ങനെ പോയിരിക്കുകയാണ്. ഇതാണ് ഒരൊറ്റ ക്ലോക്ക്, ഒരു സിംഗിൾ ക്ലോക്ക് എന്ന് പറയുന്നത്. ഒരു സിംഗിൾ ക്ലോക്കിൻ്റെ ടൈം പീരീഡ് എന്ന് പറയുന്നത് ഇതാണ് അല്ലേ. അപ്പോൾ ഇതിൻ്റെ ഫ്രീക്വൻസി എന്ന് പറയുന്നത് 1/t ആണ് ഫ്രീക്വൻസി എന്ന് പറയുന്നത്. അപ്പോൾ അതിനൊരു ഫ്രീക്വൻസി കാണും. ഐ ആം ഹാവിങ് ഇപ്പോൾ ഒരു 1 kHz ആണ്, ഞാൻ എക്സാമ്പിൾ പറയുന്നതാണ്, GHz റേഞ്ചിലേക്ക് ആയിരിക്കും. ഇപ്പോൾ ഒരു 1 Hz ആണെന്ന് പറയാം. ഓക്കെ, ഫോർ എക്സാമ്പിൾ 1 Hz ആണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു സെക്കൻഡിൽ ഒരു പൾസാണ് വരിക അല്ലേ, ഒരു സെക്കൻഡിൽ ഒരു പൾസാണ് വരിക. അപ്പം ഇതിൻ്റെ കേസിൽ ഒരു സെക്കൻഡിൽ ഒരു പൾസാണ് വരിക. ബട്ട് ഇപ്പോൾ ഇതാണ് കൊടുക്കുന്നതെന്ന് വിചാരിക്കുക, ഇതാണ് ഇൻപുട്ട് ക്ലോക്ക്. അപ്പോൾ ഈ ഫസ്റ്റ് ഫ്ലിപ്പ് ഫ്ലോപ്പിൻ്റെ ഔട്ട്പുട്ടിലോ ഒരു സെക്കൻഡ്, ഇതാണ് നമ്മൾ ഒരു സെക്കൻഡ് സ്പാൻ എന്ന് വിചാരിക്കുക. ഐ ആം ഹാവിങ് ദിസ് ഈസ് 1 second സ്പാൻ, 1 second. അപ്പം ഇതിൻ്റെ കേസിനകത്ത് നമുക്ക് 2 സെക്കൻഡ് കഴിയുമ്പോഴാണ് ഒരു ക്ലോക്ക് വരുള്ളൂ, 2 സെക്കൻഡ് കഴിയുമ്പോഴാണ് ഒരു കംപ്ലീറ്റ് ക്ലോക്ക് വരുള്ളൂ. ഇതിൻ്റെ കേസിലോ 4 സെക്കൻഡ് കഴിയുമ്പോഴാണ് ഒരു കംപ്ലീറ്റ് ക്ലോക്ക് വരുള്ളൂ. ലാസ്റ്റ് ഫ്ലിപ്പ് ഫ്ലോപ്പിൻ്റെ കേസിൽ 8 സെക്കൻഡ് കഴിയുമ്പോഴാണ് ഒരു കംപ്ലീറ്റ് ക്ലോക്ക് വരുള്ളൂ. ഓക്കെ, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ക്ലോക്ക് ഫ്രീക്വൻസി ഡിവൈഡ് ചെയ്ത് പോവുകയാണ്. ക്ലിയർ ആയോ? ഓക്കെ, അപ്പോൾ ഓരോ ഫ്ലിപ്പ് ഫ്ലോപ്പിൻ്റെ ഔട്ട്പുട്ട് എടുത്തു കഴിഞ്ഞാൽ ഫസ്റ്റ് ഫ്ലിപ്പ് ഫ്ലോപ്പിന് ഫ്രീക്വൻസി ഡിവൈഡഡ് ബൈ 2 ആണ്, അടുത്ത ഫ്ലിപ്പ് ഫ്ലോപ്പ് എടുത്ത ഫ്രീക്വൻസി ഡിവൈഡഡ് ബൈ 4 ആണ് അടുത്ത. അപ്പോൾ 2 ഇപ്പോൾ n ഫ്ലിപ്പ് ഫ്ലോപ്പ് ഉണ്ടെങ്കിൽ nth ഫ്ലിപ്പ് ഫ്ലോപ്പിൻ്റെ ഔട്ട്പുട്ട് എടുക്കണമെങ്കിൽ ഫ്രീക്വൻസി ഡിവൈഡഡ് ബൈ 2n ആയിരിക്കും. എത്രയാണോ ഫ്രീക്വൻസി, ഇപ്പോൾ 1 kHz ആണെങ്കിൽ 1 kHz ഡിവൈഡഡ് ബൈ 2n. ഇപ്പോൾ 4 ഫ്ലിപ്പ് ഫ്ലോപ്പ് ആണെങ്കിൽ ഡിവൈഡഡ് ബൈ 16. അപ്പോൾ അത്രയായിരിക്കും അതിൻ്റെ ഫ്രീക്വൻസി ഡിവൈഡ് ചെയ്യുന്നത്. Okay, so the counter circuit is also known as frequency divider circuit. Okay, like that we can having asynchronous down counter. Asynchronous down counter. It is down counter. ഡൗൺ കൗണ്ടർ എന്താണെന്ന് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തു, ബട്ട് അതിൻ്റെ സർക്യൂട്ട് എക്സ്പ്ലെയിൻ ചെയ്തില്ല. അപ്പോൾ ഡൗൺ ആയിട്ടായിരിക്കും കൗണ്ട് ചെയ്യുന്നത്. ഞാനിപ്പോൾ ഒരു 3-bit ഡൗൺ കൗണ്ടർ തന്നെ പെട്ടെന്ന് വരയ്ക്കാം. This is my first flip flop, second flip flop and third flip flop. Okay, that I am naming the same ABC.
here we can have in TA, TB, TC are the inputs. Here I am having given to plus 5 voltage, അതായത് എല്ലാ ഇതും ടോഗിൾഡ് കണ്ടീഷനിലാണ്. plus 5 voltage to all the flip flop, and I am given clock pulse to the first flip flop, and this is QA, and the flip flop having its negative input output 2, അതായത് കോംപ്ലിമെൻറ്റഡ് ഔട്ട്പുട്ട് ഉണ്ട്, അത് നമ്മൾ കണ്ടതാണ്. ഓക്കെ, ഒരു ഫ്ലിപ്പ് ഫ്ലോപ്പിൽ നിന്ന് നമുക്ക് വേണമെങ്കിൽ ആക്ച്വൽ ഔട്ട്പുട്ട് എടുക്കാം, അതിൻ്റെ കോംപ്ലിമെൻറ്റഡ് ഔട്ട്പുട്ടും വേണമെങ്കിൽ എടുക്കാം. കോംപ്ലിമെൻറ്റഡ് ഔട്ട്പുട്ട് എന്ന് വെച്ചാൽ ആക്ച്വൽ ഈ ഔട്ട്പുട്ടിൻ്റെ ജസ്റ്റ് കോംപ്ലിമെൻ്റ് ആയിരിക്കും. ഓക്കെ, സോ ഇഫ് ഐ എം ടേക്കിംഗ് ഔട്ട്പുട്ട്, I am taken output from QA, QB and QC. That is MSB, this is QC, this is LSB, this is LSB, QA, and this is the middle bit QB. Here I am given QA bar as the clock of the first second flip flop, and here I am given QB bar as the clock of the next flip flop. അപ്പോൾ എങ്ങനെയാണ് ഇതിൻ്റെ കൗണ്ട് ചേഞ്ച് ചെയ്യുന്നത് നമുക്ക് തന്നെ നോക്കാം. ജസ്റ്റ് ടൈമിംഗ് ഡയഗ്രാം, ക്ലോക്കിൻ്റെ ടൈമിംഗ് ഡയഗ്രത്തിൽ നിന്ന് ഔട്ട്പുട്ട് എങ്ങനെ കിട്ടുന്നതെന്ന് നോക്കാം. നിങ്ങൾക്ക് തന്നെ വരയ്ക്കാവുന്നതേ ഉള്ളൂ. So this is my train of pulses. Okay, I am negative edge triggering. I am using that is why there is a bubble in this clock. Okay, this is the first clock, second clock, third clock, fourth clock, fifth clock, sixth clock, and seventh clock, eighth clock. Okay, so in QA initially 0, so it will be in toggled condition, so it will be like that. Whenever there is a clock, okay, so this is QA, but I am given QA bar as the clock of the first the B flip flop. So I am given that QA bar is given to the clock. So initially this is 0, so it is 1. Toggled conditionലാണ്, sorry, complement ആണ്, so its output is goes like that. ജസ്റ്റ് കോംപ്ലിമെൻ്റ് ആണ് ഞാൻ ഈ വരയ്ക്കുന്നത്. നിങ്ങൾ എവിടെയെങ്കിലും മനസ്സിലാവാത്തതുകൊണ്ട് പറയണം, നമ്മൾ ഈ ടൈമിംഗ് ഡയഗ്രാമൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, ദെൻ ദിസ് ഈസ് ഗിവൺ ടു ദി ക്ലോക്ക് ഓഫ് ദി ബി ഫ്ലിപ്പ് ഫ്ലോപ്പ്. ഈ QA ബാറാണ് ബി ഫ്ലിപ്പ് ഫ്ലോപ്പിൻ്റെ ക്ലോക്കായിട്ട് കൊടുത്തിരിക്കുന്നത്. സോ ഫ്രം ദിസ് വി ക്യാൻ, ദിസ് ഈസ് ക്ലോക്ക്, സോ ദിസ് ഈസ് എപ്പോൾ ഹൈ ടു ലോ ട്രാൻസിഷൻ വരുന്നോ അപ്പം മാത്രമാണ് ക്ലോക്കായിട്ട് ട്രിഗർ ചെയ്യുള്ളൂ. So what is QB? So QB is initially 0 when first, initially എല്ലാ ഫ്ലിപ്പ് ഫ്ലോപ്പും 0 സ്റ്റേറ്റിലാണ്. Then whenever the first clock is came, here the clock is given as QA bar. ഇതാണ് ഫസ്റ്റ് ക്ലോക്ക്. ഫസ്റ്റ് ക്ലോക്ക് വരുമ്പോൾ 0 നിന്ന് 1 ട്രാൻസിഷൻ ചെയ്യും. It will remains in the state until the next clock is came. So it will be goes 0. It will be like that. But in this condition QB bar is given to the clock of the C flip flop. So initially ഇത് 1 ആയിരിക്കും, then it will go 0, it will be complemented. Okay, and this is given to the clock of this next flip flop.
Okay, QC. Then I am drawing QC. QC is initially 0. When the first clock is came, it will be 1, and it will be 0, and it will be remains in that 0. Okay. Then we can see that output നമുക്ക് നോക്കാം. What is the output? Output is QC, QB and QA is the output. So when the first clock is came, what will be the output? 1 1 1. That means it will be goes to 7. Count 7 ആയിട്ട് count ചെയ്യും. Then the next clock is came. This is 1 1 0. Okay, this is 7 അല്ലേ. 1 1 1 എന്ന് പറയുന്നത് 7 ആണ്. 1 1 0 എന്ന് പറയുന്നത് 6 ആണ്. So this is 7, this is 6, and this next clock is came. This third clock. This is 1 0 1. That is nothing but 1 0 1 is 5. Okay. Then the next fourth clock is came. This is 1 0 0. That is 4. Then the fifth clock is came. That is 1. Sorry, this is 0. 1 and 0 like 0 1 1. That is 3. Then the sixth clock is came. This is 0 1 0. That is 2. Nothing but 2. Then the seventh clock pulse is came. 7 sorry 0 0 1. Goes like that. Then the next eighth clock is came. It will be 0 0 0. Then the ninth clock is came. What will happen? Again it will be starting from 1 1 1. So it will goes like that. That's why it is a down counting the clock pulses. Okay, so this is simply down counter. Hope this is clear. നിങ്ങൾക്ക് ക്ലിയർ ആയെന്ന് വിചാരിക്കുകയാണ്. ഇതിനകത്ത് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ നിങ്ങൾക്ക് ഡൗൺ കൗണ്ടർ ഡിസൈൻ ചെയ്തതിലോ എങ്ങനെയാണ് ഔട്ട്പുട്ട് വന്നതെന്നുള്ളതിലോ? അപ്പോൾ ഡൗൺ കൗണ്ടറിൽ ഫ്ലിപ്പ് ഫ്ലോപ്പ് ഫസ്റ്റ് സ്റ്റേജ് ഫ്ലിപ്പ് ഫ്ലോപ്പിൻ്റെ കോംപ്ലിമെൻ്റ് ഔട്ട്പുട്ടാണ് ക്ലോക്ക് ആയിട്ട് കൊടുക്കുന്നത്. അപ്പോൾ അസിൻക്രോണസ് കൗണ്ടേഴ്സിൽ ഓൺലി വി ക്യാൻ ഡിസൈൻ അപ്പ് കൗണ്ടർ ആൻഡ് ഡൗൺ കൗണ്ടർ. അപ്പ് കൗണ്ടർ ആണെങ്കിൽ ഔട്ട്പുട്ട് ആയിരിക്കും, ഫസ്റ്റ് സ്റ്റേജിൻ്റെ ഔട്ട്പുട്ട് ആയിരിക്കും ക്ലോക്ക് ആയിട്ട് കൊടുക്കുന്നത്. ഡൗൺ കൗണ്ടർ ആണെങ്കിൽ ഔട്ട്പുട്ടിൻ്റെ കോംപ്ലിമെൻ്റ് ആയിരിക്കും കൊടുക്കുന്നത്. അപ്പോൾ നമുക്ക് ഡൗൺ കൗണ്ട് ആയിട്ടാണ് കിട്ടുക. ക്ലിയർ ആയോ? ക്ലിയർ ആണോ? ഓക്കെ. ദെൻ അങ്ങനെയാണെങ്കിൽ നമുക്ക് സിങ്ക്രോണസ് കൗണ്ടേഴ്സോടെ നോക്കാം. സിങ്ക്രോണസ് കൗണ്ടേഴ്സ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് കൗണ്ടർ. ഞാൻ ആദ്യമേ പറഞ്ഞു അസിങ്ക്രോണസ് കൗണ്ടറിൽ നമുക്ക് ഐദർ വി ക്യാൻ ഡിസൈൻ ആൻ അപ്പ് കൗണ്ടർ ഓർ എ ഡൗൺ കൗണ്ടർ. ഓക്കെ, ഒന്നിലെ ഒരു അപ്പ് കൗണ്ടറോ അല്ലെങ്കിൽ ഡൗൺ കൗണ്ടറോ മാത്രമാണ് ഡിസൈൻ ചെയ്യാൻ പറ്റുള്ളൂ. ബട്ട് സിങ്ക്രോണസ് കൗണ്ടറിൽ we can design up counter, down counter and another type of circuit that is known as sequence generator. In synchronous counter, I am just writing that expression. The clock signal പറഞ്ഞു. അല്ല, ഞാൻ പറഞ്ഞത് നമുക്ക് അത്രയും സ്റ്റേറ്റുകൾ കൗണ്ട് ചെയ്യാൻ പറ്റും. പക്ഷെ നമ്മൾ കൗണ്ട് പറയുമ്പം ഇപ്പോൾ 8 ബിറ്റ് കൗണ്ടറാന്ന് പറയുമ്പോൾ നമ്മൾ വിചാരിക്കുന്നത് എത്ര 8 വരെ കൗണ്ട് ചെയ്യാൻ പറ്റുമെന്നാണ്. ബട്ട് 7 വരെയാണ് കൗണ്ട് ചെയ്യാൻ പറ്റുള്ളൂ, 7 വരെയാണ് കൗണ്ട് ചെയ്യാൻ പറ്റുള്ളൂ. അതാണ് 2n - 1 വരെയാണ് കൗണ്ട് ചെയ്യാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞത്.
അത്രയും സ്റ്റേറ്റുകൾ തന്നെ കൗണ്ട് ചെയ്യാൻ പറ്റും. 2n സ്റ്റേറ്റുകൾ കൗണ്ട് ചെയ്യാൻ പറ്റും സീറോയോടെ ഇൻക്ലൂഡ് ചെയ്ത് കഴിഞ്ഞാൽ. സീറോ നമ്മൾ കൗണ്ടായിട്ട് എടുക്കാത്ത കാരണമാണ്. ഇപ്പം ഫോർ എക്സാമ്പിൾ നമ്മൾ ഇപ്പം ഡെസിമൽ നമ്പർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ 10 പറഞ്ഞു കഴിഞ്ഞാലും നമുക്ക് 9 വരെയാണ് കൗണ്ട് ചെയ്യാൻ പറ്റുള്ളൂ എന്ന് പറയുന്ന പോലെയാണ് ഞാനത് പറഞ്ഞത്. ക്ലിയർ ആയോ? അത് അങ്ങനെയാണ് പറഞ്ഞത്. സ്റ്റേറ്റുകൾ 8 തന്നെ കൗണ്ട് ചെയ്യാൻ പറ്റും 3 ബിറ്റ് കൗണ്ടർ വെച്ച്. ബട്ട് കൗണ്ട് ചെയ്യുമ്പോൾ നമ്മൾ പറയുമ്പോൾ എത്രയാണ്? 7 വരെ, 7 എന്ന് പറഞ്ഞ കൗണ്ട് വരെയാണ് കൗണ്ട് ചെയ്യാൻ പറ്റുമോ, അതാണ് ഉദ്ദേശിച്ചത്. ഓക്കെ, ഓൾ ഫ്ലിപ്പ് ഫ്ലോപ്പ് സൈമിൾട്ടേനിയസ്ലി. ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ ചോദിച്ചു തന്നെ പോകണം കേട്ടോ, കാരണം ഡൗട്ട് മനസ്സിൽ വെച്ചുകൊണ്ടിരിക്കരുത്. സോ ജനറലി സിങ്ക്രണസ് കൗണ്ടർ വി ക്യാൻ ഹാവിങ് അപ്പ് കൗണ്ടർ ഉണ്ട്, then we can having down counter ഉണ്ട്, then we can having sequence generator ഉണ്ട്. okay, okay, then we can have consider I am designing an up counter. ഇപ്പം സിങ്ക്രണസ് അസിങ്ക്രണസ് കൗണ്ടറിൽ എന്തായിരുന്നു? അസിങ്ക്രണസ് കൗണ്ടറിൻ്റെ ഇതെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒന്നില്ലെങ്കിൽ ഇപ്പം എല്ലാം നമ്മൾ ഇപ്പോൾ ടി ഫ്ലിപ്പ് ഫ്ലോപ്പ് വെച്ചിട്ട് റിയലൈസ് ചെയ്യുമ്പോൾ ടി ഫ്ലിപ്പ് ഫ്ലോപ്പിൻ്റെ ഇൻപുട്സുകളെല്ലാം ഹൈ ആയിട്ട് കൊടുത്തിട്ട് നമ്മൾ ഔട്ട്പുട്ടായിരുന്നു ക്ലോക്കായിട്ട് കൊടുത്തുകൊണ്ടിരുന്നത് അല്ലേ. അപ്പോൾ ഇതിൻ്റെ കേസിനകത്ത് നമ്മൾ ഇൻപുട്ടുകൾ ഡിസൈൻ ചെയ്യേണ്ടി വരും. കാരണം ഇൻപുട്ടുകൾ എപ്പോഴും നമ്മൾ ടോഗിൾഡ് കണ്ടീഷനിലല്ല വെക്കുന്നത്, നമ്മളത് ഡിസൈൻ ചെയ്യേണ്ടി വരും. ക്ലോക്കുകളെല്ലാം സൈമിൾട്ടേനിയസ് ആയിട്ടാണ് കൊടുക്കുന്നത്. എല്ലാ ഫ്ലിപ്പ് ഫ്ലോപ്പിനും ക്ലോക്കുകൾ സൈമിൾട്ടേനിയസ് ആയിട്ടാണ് കൊടുക്കേണ്ടത്. അപ്പോൾ നമുക്ക് ഇൻപുട്ട് അതിനനുസരിച്ച് ഡിസൈൻ ചെയ്യേണ്ടി വരും ടു ഗെറ്റ് ദ ഡിസൈഡ് ഔട്ട്പുട്ട്. ഔട്ട്പുട്ട് ഏതാണോ, ഏത് സർക്യൂട്ടിന് വേണ്ടിയിട്ടാണോ ഡിസൈൻ ചെയ്യുന്നത് ആ സർക്യൂട്ടിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഡിസൈൻ ചെയ്യേണ്ടി വരും ഇൻപുട്ട്. നേരത്തെ ഈ കേസിലൊക്കെ ഇൻപുട്ട്, ഈ ഫ്ലിപ്പ് ഫ്ലോപ്പിൻ്റെ ഇൻപുട്ടെല്ലാം ഹൈ ആക്കി ടോഗിൾഡ് കണ്ടീഷനിൽ വെച്ചിരിക്കുകയായിരുന്നു. ഓക്കെ, നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുകയാണ്. അത് എന്താണ് ഞാൻ പറഞ്ഞതെന്ന് മനസ്സിലായെന്ന് വിചാരിക്കുകയാണ്. അപ്പോൾ അപ്പ് കൗണ്ടറിലെ സിങ്ക്രണസ് കേസിനകത്ത് എന്താണ് ചെയ്യുന്നത്? നമ്മൾ ഇപ്പം ഇൻപുട്ടുകൾക്ക് ഡിസൈൻ കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇൻപുട്ടുകൾക്ക് എങ്ങനെയാണ് ഡിസൈൻ കൊടുക്കുന്നതെന്ന് ഞാൻ പറയാം. ലെറ്റ് ഐ ആം ഹാവിങ് എ 3 ബിറ്റ് അപ്പ് കൗണ്ടർ. ഐ ഹാവ് ടു ഡിസൈൻ എ 3 ബിറ്റ് അപ്പ് കൗണ്ടർ. സോ വാട്ട് ഷുഡ് ബി മൈ ഔട്ട്പുട്ട്? അപ്പ് കൗണ്ടർ ആണെങ്കിൽ എൻ്റെ ഔട്ട്പുട്ട് എന്തായിരിക്കണം? സോ initially there is a clock pulse and we can having output QC, QB, QA from the output of the C, B and A flip flop. So initially 0th clock it will be 0. ഫസ്റ്റ് ക്ലോക്ക് വരുമ്പോൾ നമുക്ക് അപ്പ് കൗണ്ടർ ആണ് വേണ്ടത്, 0 0 1 ആയിരിക്കണം. സെക്കൻഡ് കൗണ്ട് വരുമ്പോൾ ഇറ്റ് വിൽ ബി 0 1 0 ആയിരിക്കണം. and third clock വരുമ്പോൾ it will be 0 1 1 and fourth clock വരുമ്പോൾ 1 0 0 and fifth clock വരുമ്പോൾ it will be 1 0 1 and sixth clock വരുമ്പോൾ it will be 1 1 0 and seventh clock വരുമ്പോൾ it will be 1 1 1. എനിക്കിങ്ങനെയാണ് ഇതിൻ്റെ ഔട്ട്പുട്ട് വേണ്ടത്. സോ ഐ നീഡ് ടു ഡിസൈൻ TA, TB, TC. ഞാൻ TA, TB, TC ഡിസൈൻ ചെയ്യണം എനിക്ക് അതിനനുസരിച്ച്. കാരണം എന്താണ്? ഞാൻ ക്ലോക്കുകളെല്ലാം സൈമിൾട്ടേനിയസ് ആയിട്ട് കൊടുക്കുകയാണ്. എനിക്ക് ഇൻപുട്ടുകളാണ് ഡിസൈൻ ചെയ്യേണ്ടി വരിക സിങ്ക്രണസ് കൗണ്ടറിൽ. സോ ഐ എം ജസ്റ്റ് ടി ഫ്ലിപ്പ് ഫ്ലോപ്പിൻ്റെ ഞാനൊരു ട്രൂത്ത് ടേബിളോടെ വരയ്ക്കാം. ദാറ്റ് വിൽ ബി നിങ്ങൾക്ക് ഈസി ആയിട്ടിരിക്കും. 0 കണ്ടീഷനിലുള്ള രണ്ട് ഇൻപുട്ട് 0 1, then it will be 0 1. Whatever the previous output, that will be in the output when input is 0. When input is 1, whatever the previous output, its complement will be in the output. Okay, so this is the truth table of a T flip flop, just truth table of the T flip flop. Okay, so in the circuit, while we design the circuit,
the first flip-flop, second flip-flop and third flip-flop. Here TA is there, TB is there, TC is there, and here the clock pulse is there, and clock is simultaneously applied to all the flip-flop. So clock is simultaneously given, so I have to design TA, TB and TC to get QA, QB and QC. Okay, so for that initially we can see that 0 1 0 1 0 1 0 1, that means the QA is in a toggled condition. QA is clock, when clock came, QA is in toggled condition. Every time QA is in toggled condition. Every time QA is in toggled condition. അപ്പോൾ toggled കണ്ടീഷനിലായിരിക്കണമെങ്കിൽ എ ഫ്ലിപ്പ് ഫ്ലോപ്പ് എപ്പോഴും എന്തായിരിക്കണം? എ ഫ്ലിപ്പ് ഫ്ലോപ്പിൻ്റെ ഇൻപുട്ട് എപ്പോഴും എന്തായിരിക്കണം? ഞാൻ പറഞ്ഞത് മനസ്സിലായില്ല നിങ്ങൾക്ക്? ഓക്കെ, എപ്പോഴും 1 ആയിരിക്കണം. എപ്പോഴും 1 കണ്ടീഷനിലാവുമ്പോൾ മാത്രമാണ് ഇത് ടോഗിൾഡ്. 1 ആയിരിക്കുമ്പോൾ ക്ലോക്ക് കൊടുക്കുമ്പോൾ എന്താണ് സംഭവിക്കുക? 0 ആണെങ്കിൽ 1 ആവും. ഇവിടെ 1 ആയിരിക്കുമ്പോൾ 1 വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അടുത്ത ക്ലോക്ക് വരുമ്പോൾ 0 ആവും. ഇറ്റ് വിൽ ബി ഗോസ് ലൈക്ക് ദാറ്റ്. ഇനി ടി ബി എന്തായിരിക്കണം? അപ്പോൾ ടി എ ഷുഡ് ബി ഓൾവേസ് 1 ആയിരിക്കണം. ഇനി ടി ബി എന്തായിരിക്കണം? ടി ബി 0 to 0, 0 നിന്ന് 0യിലേക്കാണ് പോകുന്നത്. 0യിൽ നിന്ന് ഫസ്റ്റ് ക്ലോക്ക് വരുമ്പോൾ 0യിൽ, അതായത് നോ ചേഞ്ച് ആണ്. ഔട്ട്പുട്ടിന് നോ ചേഞ്ച് ആണ് വേണ്ടത്. ഔട്ട്പുട്ടിന് നോ ചേഞ്ച് ആണ് വേണ്ടതെങ്കിൽ ഇൻപുട്ട് എന്തായിരിക്കണം? ഇൻപുട്ട് ഷുഡ് ബി 0 ആയിരിക്കണം. പ്രീവിയസ് ഔട്ട്പുട്ട് എന്താണോ ആ ഔട്ട്പുട്ട് തന്നെയാണ് പ്രസൻറ്റ് ഔട്ട്പുട്ട് എങ്കിൽ എന്തായിരിക്കണം? ഇൻപുട്ട് ഇവിടെ ടി ബി എന്ന് പറയുന്നത് ക്യൂ ബി എന്ന് പറയുന്ന ബി ഫ്ലിപ്പ് ഫ്ലോപ്പിൻ്റെ ഇൻപുട്ടാണ് ടി ബി, ഔട്ട്പുട്ടാണ് ക്യൂ ബി. സോ 0യിൽ നിന്ന് 0യിലേക്ക് ട്രാൻസിഷൻ ചെയ്യാനായിട്ട് ഇൻപുട്ട് ഷുഡ് ബി 0 ആയിരിക്കണം. ടി ബി ഷുഡ് ബി 0 ആയിരിക്കണം. ഇനി നെക്സ്റ്റ് ക്ലോക്കിൽ എന്താണ്? 0യിൽ നിന്ന് 1ലേക്കാണ് ട്രാൻസിഷൻ നടത്തേണ്ടത്. 0യിൽ നിന്ന് 1ലേക്ക് ട്രാൻസിഷൻ നടത്തണമെങ്കിൽ ഔട്ട്പുട്ട് ഷുഡ് ബി 1 ആയിരിക്കണം. അപ്പോൾ എന്താണ് നമ്മൾ ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്? എപ്പോഴാണോ ചേഞ്ച് ചെയ്യുന്നത് ആ ടൈമിന് ക്ലോക്ക് ഷുഡ് ബി 1 ഇൻപുട്ട് ഷുഡ് ബി 1 ആയിരിക്കണം. ഓക്കെ, കറസ്പോണ്ടിങ് 1ൽ നിന്ന് 1ലേക്ക് ദർ വിൽ ബി നോ ചേഞ്ച്. നോ ചേഞ്ച് ആണെങ്കിൽ 0 ആയിരിക്കണം. 1ൽ നിന്ന് 0 ആണെങ്കിൽ ദർ വിൽ ബി എ ചേഞ്ച്. സോ അറ്റ് ദാറ്റ് ടൈം ദ ഇൻപുട്ട് ഷുഡ് ബി 1 ആയിരിക്കണം. 0ൽ നിന്ന് 0 ആണെങ്കിൽ നോ ചേഞ്ച്, അറ്റ് ദാറ്റ് ടൈം ദ ഔട്ട്പുട്ട് വിൽ ബി ദ ഇൻപുട്ട് വിൽ ബി 0 ആയിരിക്കണം. ദെൻ 0യിൽ നിന്ന് 1ലേക്ക് ട്രാൻസാക്ഷൻ ചെയ്യണമെങ്കിൽ അറ്റ് ദാറ്റ് ടൈം ഇൻപുട്ട് ഷുഡ് ബി 1 ആയിരിക്കണം. 1ൽ നിന്ന് 1ലേക്ക് ട്രാൻസാക്ഷൻ ചെയ്യണമെങ്കിൽ ട്രാൻസാക്ഷൻ ഒന്നുമില്ല, സോ 0 ആയിരിക്കണം. ഇനി 7 നിന്ന് നേരെ അടുത്ത ക്ലോക്കിലേക്ക് 0യിലേക്കാണ് കൗണ്ട് ചെയ്യേണ്ടത്. സോ അറ്റ് ദാറ്റ് ടൈം ഇറ്റ് വിൽ ബി 1 ആയിരിക്കും. ഓക്കെ, ദ ടി ബി ഷുഡ് ബി ഗോസ് ലൈക്ക് ദാറ്റ്. ആൻഡ് വാട്ട് അബൌട്ട് ദ ടി സി? നിങ്ങൾ തന്നെ പറഞ്ഞ അങ്ങനെയാണ്. ഈ ടി സി എന്തായിരിക്കണം? ഇനീഷ്യലി എന്തായിരിക്കണം? ഇവിടെ നമ്മൾ ക്യൂ സി ആണ് അതിൻ്റെ ഔട്ട്പുട്ട്, സി ഫ്ലിപ്പ് ഫ്ലോപ്പിൻ്റെ ഔട്ട്പുട്ട്. 0യിൽ നിന്ന് 0യിലേക്കാണ് ട്രാൻസിഷൻ. ദാറ്റ് ടൈം അതായത് ഇൻപുട്ട് 0 ആയിരിക്കണം, നോ ചേഞ്ച് ആണ്. 0യിൽ നിന്ന് 0യിലേക്ക് അഗെയിൻ നോ ചേഞ്ച് ആണ്, 0 ആയിരിക്കണം. 0യിൽ നിന്ന് 0യിലേക്ക് നോ ചേഞ്ച് ആണ്, 0 ആണ്. 0യിൽ നിന്ന് 1ലേക്ക് ദർ വിൽ ബി എ ചേഞ്ച്. സോ ഇൻപുട്ട് ഷുഡ് ബി 1 ആയിരിക്കണം. 1ൽ നിന്ന് 1ലേക്ക് നോ ചേഞ്ച് ആണ്, 0 ആയിരിക്കണം. 1ൽ നിന്ന് 1ലേക്ക് നോ ചേഞ്ച് ആണ്, 0 ആയിരിക്കണം. 1ൽ നിന്ന് 1ലേക്ക് നോ ചേഞ്ച് ആണ്, 0 ആയിരിക്കണം. 1ൽ നിന്ന് അഗെയിൻ 0യിലേക്ക് ദർ വിൽ ബി എ ചേഞ്ച്. സോ ഇൻപുട്ടിൻ്റെ കണ്ടീഷൻസ് നമ്മൾ എഴുതി. ടി എ ഷുഡ് ബി ഓൾവേസ് 1 ആയിരിക്കണം. ടി ബി ദർ വിൽ ബി 0 1 0 1 0 1 0 1 ലൈക്ക് ദാറ്റ്. ആൻഡ് ടി സി ഷുഡ് ബി 0 0 0 1 0 0 0 1. ഇറ്റ് വിൽ ബി ഗോസ് ലൈക്ക് ദാറ്റ്. ഓക്കെ, ക്ലിയർ ആയോ? ഈ ട്രൂത്ത് ടേബിൾ വരച്ച് നിങ്ങൾക്ക് ക്ലിയർ ആയോ? Then again back to the circuit. TA should be always
+5 വോൾട്ടേജ്. +5 വോൾട്ടേജ് ആയിരിക്കണം. കാരണം എന്താണ്? ടി എ ഈസ് ഓൾവേസ് ടോഗ്ലിംഗ്. So output is always toggling. So TA should be always TB. I have to design for TB നമ്മൾ എങ്ങനെ ഇത് 0101 ഈ ട്രൂ കണ്ടീഷൻ എങ്ങനെ അച്ചീവ് ചെയ്യും? ഇവിടെ ഔട്ട്പുട്ട് ഇതാണെങ്കിലും ഇതാണ് ഇൻപുട്ടെങ്കിലും TB ആണ് ഇൻപുട്ടെങ്കിലും നമുക്ക് TBക്കാണ് ഡിസൈൻ ചെയ്യേണ്ടത്. സോ ഐ ആം ടേക്കിംഗ് സം K-map ടു സോൾവ് ദിസ്. K-map വെച്ചിട്ട് ഈ കണ്ടീഷൻ അച്ചീവ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് ഞാൻ നോക്കാൻ പോവാണ്. സോ ഐ നീഡ് ടു ഡിസൈൻ ഫോർ TB. What are the conditions? I am using K-map to solve this problem. So this is Q2, Q1, Q0, 0, 0, 0, 1, 1, 0 and 1, 1. 0, 1. That is, this is Q1, Q0 bar. This is Q1 bar Q0. This is Q1 Q0. This is Q1 Q0 bar. And this is Q2 bar and this is Q2. 0, 1, 2, 3, 4, 5, 6, 7. So which are the true condition? I am just looking true condition. 0 ആണ്, 1ൽ 1 ആണ്, 2ൽ 0 ആണ്, 3ൽ 1 ആണ്, 4ൽ 0 ആണ്, 5ൽ 1 ആണ്, 6ൽ 0 ആണ്, 7ൽ 1 ആണ്. സോ 0ൽ 0 ആണ്, 1, 2ൽ 0 ആണ്, 3ൽ 1 ആണ്, 4ൽ 0 ആണ്, 5ൽ 1 ആണ്, 6ൽ 0 ആണ്, 7ൽ 1 ആണ്. It is like that. So what will be that Q2 Q bar is time will be there, so the Q2 time will be cancelled off. Q1 bar time is there, so that time will be cancelled off. Then the TB is, from that we can find out TB is Q0. TB is Q0 means, what is TB? Not Q0. Sorry, I am writing wrong denotation. Q1 Q0 അല്ല, ഞാൻ QB. So this is QC and this is QB QA. This is QB bar QA bar. This is QB bar QA. ഞാൻ ഡിനോട്ട് ചെയ്ത് റോങ് ആയിട്ടാണ്. This is nothing but TB is QA. So TB is nothing but this is QA. So like that you have to design for TC. TCക്ക് ഡിസൈൻ ചെയ്യണം. TCക്ക് ഡിസൈൻ 001 ഈ കണ്ടീഷൻ വെച്ചിട്ട് നിങ്ങൾ ഇൻപുട്ട് കണ്ടീഷൻ വെച്ചിട്ട്, ഇത് ഒന്നുമില്ല, നിങ്ങൾ സാധാരണ ABC ഇൻപുട്ട് കണ്ടീഷൻ 3 വേരിയബിൾ ഇൻപുട്ട് കണ്ടീഷനിൽ ട്രൂ ആയിട്ട് വരുന്ന കണ്ടീഷൻ, ഔട്ട്പുട്ട് Y ആയിട്ട് വരുന്ന കണ്ടീഷനിൽ നിങ്ങൾ ജസ്റ്റ് K-map വെച്ച് സോൾവ് ചെയ്യാനായിട്ട് നിങ്ങൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇവിടുത്തെ ട്രൂ കണ്ടീഷൻ 2 ട്രൂ കണ്ടീഷനേ ഉള്ളൂ, അതായത് 3rd കണ്ടീഷനിലും 7th കണ്ടീഷനിലും. അങ്ങനെ ട്രൂ ആയിട്ട് വരുമ്പോൾ എന്തായിരിക്കണം, ഈ ഇത് വെച്ചിട്ട് TC QC QB QA വെച്ചിട്ട് ആ കോമ്പിനേഷൻ വെച്ചിട്ട് എങ്ങനെ എഴുതാൻ പറ്റുമെന്നാണ് നമ്മൾ നോക്കേണ്ടത്. അത് വെച്ചിട്ടാണ് നമ്മൾ ഡിസൈൻ ചെയ്യുന്നത്. നിങ്ങൾ TCയോട് ഡിസൈൻ ചെയ്യുക. ഓക്കെ, നിങ്ങൾക്ക് ക്ലിയർ ആയോ? ഞാൻ ഈ പറഞ്ഞതിൽ ഡൗട്ടുണ്ടോ? നിങ്ങൾക്ക് ഇതിന് ഡൗട്ടുണ്ടോ ആർക്കെങ്കിലും? നിങ്ങളെന്താ ഒന്ന് റെസ്പോണ്ട് ചെയ്യാണ്ടിരിക്കുന്നത്? എങ്ങനെയാണ് TB ഡിസൈൻ ചെയ്തതെന്ന് നിങ്ങൾക്ക് ഡൗട്ടുണ്ടോ?
സോ യു ഷുഡ് ഡിസൈൻ ഫോർ ടി സി. ടി സിക്ക് നിങ്ങൾ ക്യു എ ക്യു ബി ക്യു സിയുടെ ഒരു കോമ്പിനേഷൻ നിങ്ങൾ കെ മാപ്പ് വെച്ച് സോൾവ് ചെയ്യുമ്പോൾ കിട്ടും. അത് വെച്ചിട്ട് നിങ്ങൾ ടി സി ഡിസൈൻ ചെയ്യുക. ഓക്കെ, അതുപോലെ തന്നെ നിങ്ങൾ ഡൗൺ കൗണ്ടർ ഡിസൈൻ ചെയ്യുക. ഡിസൈൻ എ ഡൗൺ കൗണ്ടർ യൂസിങ് ടി ഫ്ലിപ്പ് ഫ്ലോപ്പ്. ടി ഫ്ലിപ്പ് ഫ്ലോപ്പ് വെച്ചിട്ട് നിങ്ങളൊരു ഡൗൺ കൗണ്ടർ 3-bit ഡൗൺ കൗണ്ടർ ഡിസൈൻ ചെയ്യുക. ഇതിൻ്റെ ബാക്കി ബാലൻസോടെ നിങ്ങൾ ചെയ്യുക. അതായത് ടി സിയോടെ നിങ്ങൾ ഡിസൈൻ ചെയ്യുക, ടി സിക്കുള്ള ഡിസൈനോടെ നിങ്ങൾ ചെയ്യുക. ഓക്കെ, ഹോപ്പ് ദിസ് ഈസ് ക്ലിയർ. നിങ്ങൾക്ക് ക്ലിയർ ആയെന്ന് വിചാരിക്കുകയാണ്. ഇനി ഇതുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് എന്നോട് ചോദിക്കുക. ഇന്നത്തെ എക്സാമിന് നിങ്ങളെല്ലാവരും വളരെ വിജിലൻ്റ് ആയിട്ടിരുന്ന് എക്സാം എഴുതുക. നിങ്ങൾ മാക്സിമം മാർക്ക് സ്കോർ ചെയ്യുക. അതിനകത്ത് ഡൗട്ടുള്ള ഈ ക്വസ്റ്റ്യനകത്ത് ഇട്ടിരിക്കുന്നതൊന്നും തന്നെ എൻ്റെ ക്വസ്റ്റ്യൻസ് അല്ല. കുറച്ച് ക്വസ്റ്റ്യൻസ് മാത്രമാണ് ഞാൻ ചെയ്തിട്ടുള്ളൂ. 2-3 ക്വസ്റ്റ്യൻസ് മാത്രമാണ് ഞാൻ ഉണ്ടാക്കിയിട്ടുള്ളൂ. ബാക്കിയെല്ലാം പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറിൽ നിന്ന് എടുത്തിട്ടുള്ള ക്വസ്റ്റ്യൻസാണ്. സോ നിങ്ങൾ ആ കെയറോട് കൂടി ഒരു എക്സാം എഴുതുന്ന കെയറോട് കൂടി തന്നെ നിങ്ങൾ ഈ എക്സാമിനെയും കാണുക. സോ എല്ലാവരും നന്നായിട്ട് എഴുതുക. ഓക്കെ, താങ്ക് യു വെരി മച്ച്.